നമസ്കാരം. PS റാങ്കറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് അതായത് 9/12/2024 നടന്ന 135/2023 കാറ്റഗറി കോഡുള്ള അക്കൗണ്ടൻറ്റ് കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ എൻ്റർപ്രൈസസ് ലിമിറ്റഡ് ഉള്ള PSC നടത്തിയ പരീക്ഷയുടെ PSC തന്നിട്ടുള്ള പ്രൊവിഷണൽ ആൻസർ കീയാണ് വായിക്കാൻ പോണത്. അപ്പോൾ ഈ ആൻസർ കീ പ്രകാരം നിങ്ങളുടെ സ്കോർ കണ്ടെത്തി കമൻസിലിടുക. ഓക്കെ, ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവ് ഇത് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യാം. നമുക്ക് ചോദ്യോത്തരങ്ങളിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, ദ അക്കൗണ്ടിംഗ് കൺസെപ്റ്റ് വിച്ച് അസ്യൂംസ് ദ proprietor ആസ് ക്രെഡിറ്റർ ടു ദ എക്സ്റ്റെൻറ്റ് ഓഫ് ഹിസ് ക്യാപിറ്റൽ ഈസ് ബി ആണ് ബിസിനസ് എൻറ്റൈറ്റി. 2, ദ സർപ്ലസ് ഓർ ഡെഫിഷ്യൻസി ഓഫ് എ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ഈസ് റിവീൽഡ് ബൈ എ ആണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. 3, ഇൻ ദ ഇവൻറ്റ് ഓഫ് ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ഫേം ദ പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ് ഈസ് ട്രാൻസ്ഫേർഡ് ടു ഡി ആണ് റിയലൈസേഷൻ അക്കൗണ്ട്. 4, ഡെബിറ്റ് നോട്ട് ഈസ് അസോസിയേറ്റഡ് വിത്ത് ബി ആണ് പർച്ചേസ് റിട്ടേൺ. 5, ദ എമൗണ്ട് ഓഫ് ഡെപ്രീഷിയേഷൻ ചാർജ്ഡ് ഓൺ ഫിക്സ്ഡ് അസറ്റ്സ് വിൽ ബി സി ഡെബിറ്റഡ് ടു ഡെപ്രീഷിയേഷൻ അക്കൗണ്ട്. 6, പ്രിലിമിനറി എക്സ്പെൻസസ് ആർ ആൻ എക്സാമ്പിൾ ഓഫ് സി ഡിഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ. ഇനി 7, ദ ക്രെഡിറ്റ് ബാലൻസ് ഓഫ് ബാങ്ക് അക്കൗണ്ട് ഇൻ ദ ക്യാഷ് ബുക്ക് ഡിനോട്ട്സ് എമൗണ്ട് പേയബിൾ ടു ദ ബാങ്ക്, ബി ആണ്. 8, എ, ബി ആൻഡ് സി ആർ പാർട്ട്നേഴ്സ് ഇൻ ദ റേഷ്യോ ഓഫ് 1/2 2/5 1/10. വാട്ട് ഈസ് ദ ന്യൂ റേഷ്യോ ഓഫ് ബി ആൻഡ് സി ഇഫ് എ റിട്ടയേഴ്സ്? ഡി ആണ് 4:1. ഇനി 9, ഇംപ്രസ് സിസ്റ്റം ഈസ് യൂസ്ഡ് ഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് സി ആണ് പെറ്റി ക്യാഷ് ബുക്ക്. 10, ഡൊണേഷൻ റിസീവ്ഡ് ഫോർ എ സ്പെഷ്യൽ പർപ്പസ് ഇൻ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ വിൽ ബി ടേക്കൺ ടു ദ ലയബിലിറ്റി സൈഡ് ഓഫ് ദ ബാലൻസ് ഷീറ്റ്, എ ആണ്. 11, വിച്ച് ഓഫ് ദ ബിലോ മെൻഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് നോട്ട് ട്രൂ? അപ്പോൾ ട്രൂ അല്ലാത്തത് എ ആണ്. ദ ഇഷ്യൂ പ്രൈസ് ആൻഡ് റിഡംഷൻ വാല്യൂ ഓഫ് ഡിബെഞ്ചേഴ്സ് കനോട്ട് ഡിഫർ എന്നുള്ളത്. ഇനി 12ാമത്തെ പ്രോബ്ലം ആണ്. അതിന് എത്ര എമൗണ്ട് ഡെബിറ്റ് ചെയ്യും ഷെയർ ഫോർ ഫ്യൂച്ചർ അക്കൗണ്ടിൽ? അത് എ ആണ് 300. ഇനി 13ാമത്തെ പ്രോബ്ലം ഇതാണ്. അതിന് എ ആണ്. കോൾസ് ഇൻ അരിയേഴ്സ് അക്കൗണ്ട് ഇത് 3000, മറ്റേ ടു ഷെയർ ഫസ്റ്റ് കോൾ അത് അക്കൗണ്ട് 3000, എ ആണ് ആൻസർ. ഇനി 14, വാട്ട് ആർ ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സ്? അത് എ ആണ്. ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സ് IFRS ആർ എ സെറ്റ് ഓഫ് വൈഡ്ലി യൂസ്ഡ് ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ് ഫോർ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് എന്നുള്ളത്. ഇനി 15ാമത്തെ, വാട്ട് ഈസ് ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടി ആസ് പെർ IAS 40? ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടി ഇൻക്ലൂഡ്സ് ലാൻഡ് ഓർ എ ബിൽഡിംഗ് ഓർ ബോത്ത്, ദാറ്റ് ഈസ് എയും ബിയും ആണ്. അപ്പോൾ ബോത്ത് എ ആൻഡ് ബി, സി ആണ് ഉത്തരം. 16, ഇലക്ട്രിസിറ്റി താരിഫ്സ് ആർ ഫിക്സ്ഡ് അണ്ടർ ഇലക്ട്രിസിറ്റി ആക്ട് 1910, സി ആണ് ഉത്തരം. 17, ആസ് പെർ സെക്ഷൻ 17 ഓഫ് ദ ബാങ്കിങ് റെഗുലേഷൻസ് ആക്ട് എവറി ബാങ്ക് ഹാസ് ടു ട്രാൻസ്ഫർ ടു സ്റ്റാറ്റ്യൂട്ടറി റിവേഴ്സ് ഫണ്ട് അക്കൗണ്ട്, ഡി ആണ് 25% എന്നുള്ളതാണ്. ഇനി 18ാമത്തെ, ദ ഫോം ഓഫ് എ ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബെഞ്ചേഴ്സ് ഈസ് ഇൻ ദ നേച്ചർ ഓഫ്, ബി ആണ് ക്യാപിറ്റൽ ലോസ് എന്നുള്ളത്. 19, റിബേറ്റ് ഓൺ ബിൽസ് ഡിസ്കൗണ്ടഡ് ഈസ് സി ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് എന്നുള്ളത്. ഇനി 20, ദ ഷെയർസ് ഓഫ് ഔട്ട്സൈഡേഴ്സ് ഇൻ ദ നെറ്റ് അസറ്റ്സ് ഇൻ സബ്സിഡറി കമ്പനി ഈസ് നോൺ ആസ് അണ്ടർ സി മൈനോറിറ്റി ഇൻട്രസ്റ്റ്. 21, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ ആപ്ലിക്കേഷൻ ഓഫ് ഫണ്ട്? എ, പർച്ചേസ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്സ്. ഇനി 22, മാച്ച് ദ ഫോളോയിങ് ആണ്. അതിൽ സി ആണ് ആൻസർ. അതായത് ഒന്നാമത്തേന് ബി, രണ്ടാമത്തേന് സി, മൂന്നാമത്തേന് എ, നാലാമത്തേന് ഡി. അപ്പോൾ ഗ്രൂപ്പ് എയും ഗ്രൂപ്പും ബിയും തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആൻസർ സി ആണ്. ഇനി 23, ക്യാഷ് പ്രൊസീഡ്സ് ഫ്രം ഇഷ്യൂയിങ് ഷെയർസ് അണ്ടർ AS 3 ഈസ്, ബി ആണ് ക്യാഷ് ഫ്ലോ ഫ്രം ഫിനാൻസിങ് ആക്ടിവിറ്റി. 24, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ്? ഇവിടെ 3 സ്റ്റേറ്റ്മെൻറ്റ് അതിൻ്റെ 3ഉം കറക്റ്റാണ്. അപ്പോൾ ഡി ആണ് ഓൾ ഓഫ് ദ എബോവ് എന്നുള്ളത്. ഇനി 25, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സിന് ഡി ആണ് ഉത്തരം, സ്കിമ്മിങ് പ്രൈസിങ് എന്നുള്ളതാണ്. 26, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സിന് സി ആണ് ഹൊറിസോണ്ടൽ അനാലിസിസ്. 27, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ട്രൂ? ഇതിൽ 4 സ്റ്റേറ്റ്മെൻറ്റ് അല്ല 3 സ്റ്റേറ്റ്മെൻറ്റ് അതിൻ്റെ 3ഉം ട്രൂ ആണ്. അപ്പോൾ അതുകൊണ്ട് ഡി ആണ് ഓൾ ഓഫ് ദീസ് എന്നുള്ളത്. ഇനി 28ാമത്തെ പ്രോബ്ലത്തിന് സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ 8 times ആവും, എ ആണ്. ഇനി 29, FIFO മെത്തേഡ് ഓഫ് പ്രൈസിങ് ഓഫ് മെറ്റീരിയൽസ് ഈസ് സ്യൂട്ടബിൾ വെൻ, സി ആണ് മെറ്റീരിയൽ പ്രൈസസ് ആർ ഫോളിങ് എന്നുള്ളത്. 30, ദ അലോക്കേഷൻ ബേസിസ് യൂസ്ഡ് ഫോർ അപ്ലൈയിങ് കോസ്റ്റ് ടു സർവീസസ് ഓൺ പ്രോഡക്ട്സ് ഇൻ ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗ് ആർ കോൾഡ് കോസ്റ്റ് ഡ്രൈവർ, ബി ആണ്.
ഇനി 31 വിച്ച് ഓഫ് ദ സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ട്രൂ റിഗാർഡിംഗ് ഇൻകം ബൈ വേ ഓഫ് പെൻഷൻ. അതിവിടെ തന്നിരിക്കുന്ന 3 ട്രൂ ആണ്, അപ്പോൾ അതുകൊണ്ട് ഡി ആണ് ഓൾ ഓഫ് ദ എബോവ്. 32 വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ട്രൂ റിഗാർഡിംഗ് ഇൻകം ടാക്സ് ഫോർ ആൻ ഇൻഡിവിജ്വൽ. ഇവിടെ മൂന്നാമത്തെ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ഈസ് അവൈലബിൾ ഫോർ ബോത്ത് ഓൾഡ് ആൻഡ് ന്യൂ റെജീംസ് എന്നുള്ളത് സി ആണ് ഉത്തരം. ഇനി 33 വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡസ് നോട്ട് ക്വാളിഫൈ ഫോർ ഡിഡക്ഷൻ അണ്ടർ 80C ഓഫ് ഇൻകം ടാക്സ് ആക്ട്. അത് ഹൗസിംഗ് ലോൺ ഇൻട്രസ്റ്റ് ആണ്, സി ആണ്. ഇനി 34 വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ആർ ട്രൂ റിഗാർഡിംഗ് ഫയലിംഗ് ഓഫ് ITR. അപ്പോൾ ഇവിടെ 3 സ്റ്റേറ്റ്മെൻറ്റ് തന്നതിൽ 3ഉം ട്രൂ ആണ്, അപ്പോൾ 1, 2 and 3 ബി ആണ് ഉത്തരം. 35 വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്രോഡക്റ്റ് ഈസ് നോട്ട് എക്സംപ്റ്റഡ് ഫ്രം GST. ബി ആണ് പ്രോസസ്ഡ് ഫിഷ് ആൻഡ് മീറ്റ് എന്നുള്ളത്. ഇനി 36 വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ് ടാക്സസ് ആർ നോട്ട് സബ്സ്യൂംഡ് അണ്ടർ ദ GST. അത് പ്രോപ്പർട്ടി ടാക്സ്, ബി ആണ്. 37 ഹൗ മെനി മെമ്പേഴ്സ് ആർ ദർ ഇൻ ദ GST കൗൺസിൽ. 33 സി ആണ്. 38 വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആർ നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദ കണ്ടീഷൻസ് ടു ക്ലെയിം ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് അണ്ടർ GST. നാലാമത്തെയാണ് ഇല്ലാത്തത്, അപ്പോൾ ഡി ആണ് ഉത്തരം. ഇനി 39 ആസ് പെർ ദ കസ്റ്റംസ് ആക്ട് ആൻ ഏരിയ ബിയോണ്ട് ആൻഡ് അഡ്ജസൻറ്റ് ടു ദ ടെറിട്ടോറിയൽ വാട്ടേഴ്സ് ഓഫ് ഇന്ത്യ ഈസ് നോൺ ആസ്. ബി ആണ് കണ്ടിഗ്വസ് സോൺ എന്ന് പറയും, കണ്ടിഗ്വസ് സോൺ, ബി ആണ്. ഇനി 40 വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ എക്സംപ്റ്റഡ് സർവീസ് അണ്ടർ GST. ഡി ആണ് സപ്ലൈ ഓഫ് ടൂർ ഓപ്പറേറ്റീവ് സർവീസസ്. 41 വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ അസംഷൻ ഓഫ് ദ ക്യാപിറ്റൽ അസറ്റ് പ്രൈസിംഗ് മോഡൽ. അത് സി ആണ് ഇൻവെസ്റ്റേഴ്സ് ഡു നോട്ട് ഹാവ് ദ സെയിം എക്സ്പെക്റ്റേഷൻസ് അബൌട്ട് ദ റിസ്ക് ആൻഡ് റിട്ടേൺ. ഇനി 42 വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ അസംഷൻ ഓഫ് ദ മോഡിഗ്ലിയാനി മില്ലർ അപ്രോച്ച്. അത് എ ആണ് ക്യാപിറ്റൽ മാർക്കറ്റ്സ് ആർ ഇംപെർഫെക്റ്റ് എന്നുള്ളത്. ഇനി 43 പ്രോബ്ലത്തിൻ്റെ ഓപ്പറേറ്റിംഗ് ലിവറേജ് 6 times, സി ആണ്. ഇനി 44 വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ അസംഷൻ ഓഫ് വാൾട്ടേഴ്സ് മോഡൽ. സി ദർ ഈസ് ഡിസ്ക്രിമിനേഷൻ ഇൻ ടാക്സസ് എന്നുള്ളത്. 45 ഇൻ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ക്യാപിറ്റൽ റേഷനിങ് റെഫേഴ്സ് ടു എ സിറ്റുവേഷൻ വേർ എ ആണ് ഫണ്ട്സ് ആർ റെസ്ട്രിക്റ്റഡ് ആൻഡ് മാനേജ്മെൻറ്റ് ഹാസ് ടു ചൂസ് ഫ്രം എമംഗ്സ് അവൈലബിൾ ഓൾട്ടർനേറ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ളത്. ഇനി 46 പ്രോബ്ലമാണ്, അത് 18.75% ആണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ എ ആണ്. ഇനി 47ാമത്തെ പ്രോബ്ലവും കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ക്യാപിറ്റൽ 12% ബി ആണ്. ഇനി 48 വിച്ച് ഓഫ് ദ ഫോളോയിങ് മെത്തേഡ് കൺസിഡേഴ്സ് ദ ടൈം വാല്യൂ ഓഫ് മണി വെൻ ഇവാലുവേറ്റിംഗ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊപ്പോസൽസ്. സി ആണ് നെറ്റ് പ്രസൻറ്റ് വാല്യൂ എന്നുള്ളത്. ഇനി 49ാമത്തെ പ്രോബ്ലത്തിന് പെർസെൻറ്റേജ് ഓഫ് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ക്യാപിറ്റൽ ഓഫ് ദ കമ്പനി 16%, ഡി ആണ്. ഇനി 50 കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിനെ കുറിച്ച്. ഇവിടെ തന്നിരിക്കുന്നതിൽ 1ാമത്തെയും 3ാമത്തെയാണ് കറക്റ്റ്, അപ്പോൾ സി ആണ് ഉത്തരം. ഇനി 51 വെൻ ഡിമാൻഡ് ചേഞ്ചസ് ഡ്യൂ ടു ഫാക്ടേഴ്സ് അതർ ദാൻ പ്രൈസ് ഈസ് കോൾഡ്. എ ആണ് ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ്. 52 മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻസർ ഇതാവാൻ പറയുന്നത് ദ വൺ റെപ്രസെൻറ്റ്സ് ദോസ് കോമ്പിനേഷൻസ് ഓഫ് ഇൻപുട്സ് ദാറ്റ് വിൽ ബി കേപ്പബിൾ ഓഫ് പ്രൊഡ്യൂസിങ് ആൻ ഈക്വൽ ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ട്. ബി ആണ് ഐസോകാൻ എന്നുള്ളത്. 53 ചൂസ് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻസർ. ഇവിടെ തന്നിരിക്കുന്ന 4 സ്റ്റേറ്റ്മെൻറ്റിൽ 3ാമത്തെ മാത്രമേ ഉള്ളൂ, അപ്പോൾ സി ആണ് ഉത്തരം. ഇനി 54 ചൂസ് ദ അപ്രോപ്രിയേറ്റ് ആൻസർ. ഇവിടെയും മാർക്കറ്റ് ഫോംസ് ഫോർ പ്രൈസ് ആൻഡ് ഔട്ട്പുട്ട് ഡിറ്റർമിനേഷൻ ഇൻക്ലൂഡ്സ് ഫ്യൂ ഫേംസ് ഓർ ഫ്യൂ സെല്ലേഴ്സ് ഇൻ ദ മാർക്കറ്റ് ഫോർ പ്രൊഡ്യൂസിങ് ഓർ സെല്ലിംഗ് എ പ്രോഡക്റ്റ്. അത് ഡി ആണ് ഒലിഗോപോളി എന്നുള്ളത്. ഇനി 55 മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻസർ തന്നെയാണ് ദ ഹോൾഡർ ഓഫ് ആൻ ഓപ്പൺ ചെക്ക് ക്യാൻ ഡൂ ദ ഫോളോയിങ്. അത് 1ാമത്തെയും 2ാമത്തെയും 3ാമത്തെയും ഉണ്ട്, അപ്പോൾ ഡി ആണ് ആൻസർ. ഇനി 56 ചൂസ് ദ, അവിടെയും മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻസറാണ് വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ക്രോസിംഗ് എന്നുള്ളത്. അപ്പോൾ 1ഉം 2ഉം ആണ് ടു പ്രിവെൻറ്റ് പേയ്മെൻറ്റ് ബീയിങ് മെയ്ഡ് ടു റോങ് പേഴ്സൺ എന്നുള്ളതും. 2ാമത്തെ ഡിറക്റ്റ് ദ ഡ്രോയിങ് ബാങ്ക് ടു പേ ദ എമൗണ്ട് ഓഫ് ചെക്ക് ഓൺലി ത്രൂ എ ബാങ്കർ ടു ദ അക്കൗണ്ട് ഓഫ് ദ പേയി എന്നുള്ളതും, അപ്പോൾ ബി ആണ്. ഇനി 57 ചൂസ് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻസർ തന്നെയാണ് കോർ ബാങ്കിങ് സർവീസസ് ഇൻക്ലൂഡ്സ്. ഇത് എല്ലാം ഉണ്ട്, 4 ഇതുണ്ട്, അപ്പോൾ അതുകൊണ്ട് ഡി ആണ് ഉത്തരം. 58 വിച്ച് കോഡ് ഈസ് നെസറി ഫോർ ട്രാൻസ്ഫറിങ് ഫണ്ട് ഫ്രം ഇന്ത്യ ടു അബ്രോഡ്. സ്വിഫ്റ്റ് എ ആണ്. 59 വിച്ച് ആർ ദ ഫങ്ഷണൽ കീസ് യൂസ് ടു റെപ്രസെൻറ്റ് റിസീപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് ഇൻ ടാലി. അത് എ ആണ്, F5ഉം F6ഉം.
ഇനി 60 ചൂസ് ദ അപ്രോപ്രിയേറ്റ് ആൻസേഴ്സ് വിച്ച് ആർ ദ റിപ്പോർട്ട്സ് കണ്ടെയ്ൻഡ് ഇൻ ദ അക്കൗണ്ട് ബുക്ക് മെനു ഓഫ് ടാലി. അവിടെ 1, 2, 3 ആണ്, 4ാമത്തെ ഇല്ല, അതായത് സി ആണ് ഉത്തരം. ഇനി 61 ഇൻ വിച്ച് ടൈപ്പ് ഓഫ് ഓഡിറ്റ് ഡസ് ദ ഓഡിറ്റർ ഇഷ്യൂ ആൻ ഒപ്പീനിയൻ ഓൺ വെദർ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ഫ്രീ ഫ്രം മെറ്റീരിയൽ മിസ് സ്റ്റേറ്റ്മെൻറ്റ്. അത് ഡി ആണ്, ഇൻഡിപെൻഡൻറ്റ് ഫിനാൻഷ്യൽ ഓഡിറ്റ്. ഇനി 62ാമത്തെ കറക്റ്റ് ഇൻറ്റേർണൽ കൺട്രോളിനെ കുറിച്ചുള്ള കറക്റ്റായിട്ടുള്ളത് അത് 1ാമത്തെ 3ാമത്തെയാണ്, അതായത് എ ആണ്. ഇനി 63ാമത്തെ അസേഷൻ റീസൺ തന്നിട്ടുണ്ട്, അത് രണ്ടും ട്രൂ ആണ്. റീസൺ എന്നുള്ളത് അസേഷൻ്റെ കറക്റ്റ് എക്സ്പ്ലനേഷനുമാണ്, അപ്പോൾ എ ആണ് ഉത്തരം. 64 അങ്ങനെ തന്നെയാണ്, അസേഷനും റീസണും തന്നിട്ടുണ്ട്, അതിൽ അസേഷൻ ഫോൾസ് ആണ്, റീസൺ ട്രൂ ആണ്, ഡി ആണ് ഉത്തരം. ഇനി 65 ഇൻ വിച്ച് സിറ്റുവേഷൻ ഈസ് ആൻ ഓഡിറ്റർ മോസ്റ്റ് ലൈക്ലി ടു ഇഷ്യൂ എ ക്വാളിഫൈഡ് ഒപ്പീനിയൻ. അത് ബി ആണ്. വെൻ ദർ ആർ മെറ്റീരിയൽ മിസ് സ്റ്റേറ്റ്മെൻറ്റ്സ് ദാറ്റ് ഡു നോട്ട് പെർവേഡ് ദ എൻറ്റയർ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. ഇനി 66 ഓഡിറ്റേഴ്സ് റിപ്പോർട്ടിനെ കുറിച്ച് ട്രൂ ആയിട്ടുള്ളത് ഏതാണെന്ന്. അപ്പോൾ 2ാമത്തെയും 3ാമത്തെയാണ്, അതായത് ബി ആണ് ഉത്തരം. ഇനി 67 കോർപ്പറേറ്റ് അനൗൺസ്മെൻറ്റ്സ് ബൈ സ്റ്റോക്ക് എക്സ്ചേഞ്ച് കറക്റ്റായിട്ടുള്ളത് അത് 1, 2, 3 മാത്രമേ ഉള്ളൂ, അതായത് സി ആണ്. ഇനി 68 വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് അബൌട്ട് ക്ലോസ് 49 ഓഫ് ദ ലിസ്റ്റിംഗ് അഗ്രിമെൻറ്റ് ഈസ് കറക്റ്റ്. അത് എ ആണ്. ഇറ്റ് മാൻഡേറ്റ്സ് ദ അപ്പോയിൻമെൻറ്റ് ഓഫ് ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സ് ഓൺ ദ ബോർഡ് എന്നുള്ളത്. 69 വിസിൽ ബ്ലോയിങ്ങിനെ കുറിച്ച് ട്രൂ ആയിട്ടുള്ളത് ഏതൊക്കെയാണ്? 1ാമത്തെയും 3ാമത്തെയും മാത്രമാണ്, എ ആണ്. ഇനി 70ാമത്തെ ഹൗ ലോങ് ബിഫോർ ദ കമൻസ്മെൻറ്റ് ഓഫ് ദ മീറ്റിംഗ് മസ്റ്റ് എ proxy form be submitted at the registered office to be effective 48 hours. സി ആണ്. ഇനി 71ാമത്തെ അസേഷനും റീസണും തന്നിട്ട് അതിൽ അസേഷൻ ട്രൂ ആണ്, റീസൺ ഫോൾസ് ആണ്. ഇനി 72ാമത്തെ കോർപ്പറേറ്റ് ഗവേണൻസ് തിയറീസ് ആർ കറക്റ്റ് ആയിട്ടുള്ള ചോദിച്ചിട്ടുണ്ട്, അത് 1ഉം 2ഉം ആണ്, എ ആണ് ഉത്തരം. ഇനി 73 കമ്പനീസ് ആക്ട് 2013 governs the incorporation responsibilities and dissolution of സി ആണ്, കോർപ്പറേഷൻസ് എന്നുള്ളത്. ഇനി 74 മാച്ച് ദ ഫോളോയിങ് ആണ്, അതിന് 1 ബി, 2 ഡി, 3 സി, 4 എ, അതായത് ബി ആണ് ഉത്തരം. 75 മാച്ച് ദ ഫോളോയിങ് ആണ്, അതിന് 1ാമത്തെ ബി, 2ാമത്തെ ഡി, 3ാമത്തെ സി, 4ാമത്തെ എ, അതായത് ബി തന്നെയാണ് അതിൻ്റെയും ഉത്തരം. ഇനി 76 ദ യൂസ് ഓഫ് ഇൻഫർമേഷൻ ആൻഡ് ഐഡിയാസ് പ്രൊട്ടക്റ്റഡ് ബൈ IPR ആർ സി ആണ്, കമേഴ്ഷ്യൽ വാല്യൂ. ഇനി 77 പേയ്മെൻറ്റ് ഓഫ് ബോണസ് ആക്ട് 1965 ഈസ് ആപ്ലിക്കബിൾ ടു എംപ്ലോയീസ് ഹൂ ഹാവ് വർക്ക്ഡ് ഫോർ അറ്റ്ലീസ്റ്റ് 30 days ഇൻ എ ഇയർ, എ ആണ്. ഇനി 78 അണ്ടർ ദ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് വിച്ച് ഓഫ് ദിസ് ഈസ് നോട്ട് എ റെക്കഗ്നൈസ്ഡ് റൈറ്റ് ഓഫ് കൺസ്യൂമേഴ്സ്. ബി ആണ്, റൈറ്റ് ടു പ്രൊട്ടക്ഷൻ ഓഫ് എൻവയോൺമെൻറ്റ് എന്നുള്ളത്. 79 വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ട്രൂ അബൌട്ട് ദ വാലിഡിറ്റി പീരീഡ് ഓഫ് ട്രേഡ് മാർക്ക് ഇൻ ഇന്ത്യ. 10 years, ബി ആണ്. 80ാമത്തെ an agreement that is enforceable by law at the option of one or more parties but not at the option of others is called, ബി ആണ്, എ വയലബിൾ കോൺട്രാക്റ്റ് എന്നുള്ളത്. ഇനി 81 പിക്ക് ഔട്ട് ഇൻവാലിഡ് നമ്പർ എമംഗ് ദ ഫോളോയിങ്. ഇവിടെ ഡി ആണ്, 192/8 എന്നുള്ളത്. 82ാമത്തത് 16-bit കോഡിംഗ് സിസ്റ്റം ദാറ്റ് ക്യാൻ റെപ്രസെൻറ്റ് ക്യാരക്ടേഴ്സ് ഫ്രം ഡിഫറെൻറ്റ് ലാംഗ്വേജസ് ഓൾ ഓവർ ദ വേൾഡ് ഈസ് യൂണിക്കോഡ്, സി ആണ്. 83 ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് DVD ഈസ് ആൻ ഒപ്റ്റിക്കൽ സ്റ്റോറേജ് ഡിവൈസ് എന്നുള്ളതാണ്. ഇനി 84 അലോക്കേഷൻ ആൻഡ് ഡി അലോക്കേഷൻ ഓഫ് പ്രോസസ്സസ് ആൻഡ് ഷെഡ്യൂളിംഗ് ഓഫ് വേരിയസ് സിസ്റ്റം റിസോഴ്സസ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, സി ആണ്. 85 സെലക്ട് ദ ഇൻപുട്ട് ഡിവൈസ് യൂസ് ടു റെക്കഗ്നൈസ് ദ പ്രിന്റഡ് ടെക്സ്റ്റ് ഇൻ എ സ്കാൻഡ് ഇമേജ് ആൻഡ് കൺവേർട്ട് ഇറ്റ് ടു പ്രോപ്പർ ടെക്സ്റ്റ് ഫോർമാറ്റ്, ബി ആണ്, OCR. 86 ചൂസ് ദ കറക്റ്റ് ആബ്സല്യൂട്ട് സെൽ റെഫറൻസ് ഇൻ MS Excel എമംഗ് ദ ഫോളോയിങ്. അത് ഡി ആണ്. 87 in MS Word the keyboard shortcut to paste and paste the contents of clipboard is Ctrl+V ആണ്, B. ഇനി 88ാമത്തെ ഔട്ട്ലൈൻ വ്യൂ ആണ്, സി ആണ്. 89ാമത്തെ MS Excel ഫംഗ്ഷൻ ദാറ്റ് കൗണ്ട്സ് ദ നമ്പർ ഓഫ് സെൽസ് ദാറ്റ് ആർ നോട്ട് എംപ്റ്റി ഇൻ എ റേഞ്ച്, അത് ബി ആണ്, കൗണ്ട് എ എന്നുള്ളത്. 90ാമത്തെ വാട്ടർമാർക്കാണ്, സി ആണ്. ഇനി 91 ഏതാണ്, ട്രൂ ആയിട്ടുള്ളതാണ്, ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് കൺസെപ്റ്റ് ഓഫ് C++. അത് ഇവിടെ തന്നേക്കണം 3 സ്റ്റേറ്റ്മെൻറ്റിൽ 2ാമത്തെയും 3ാമത്തെയാണ്, ബി ആണ് ഉത്തരം. 92 C++ പ്രോഗ്രാമിൻ്റെ എറേഴ്സ്, അത് സി ആണ്. ഇനി 93 വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ഡൺ ബൈ CLR ഇൻ VB നെറ്റ് എന്നുള്ളത്, അത് ഇവിടെ തന്നിരിക്കണം, അല്ലാണ്ട് ഓൾ ഓഫ് ദ എബോവ്, അപ്പോൾ ഡി ആണ്. ഇനി 94 വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഈസ് ട്രൂ ഫോർ ആൻ അരേ ഇനീഷ്യലൈസേഷൻ VB നെറ്റ് എന്നുള്ളത്, എ ആണ്. ഇനി 95 ഫോറിൻ കീ എന്നുള്ള, ഡി ആണ് ഉത്തരം.
ഇനി 96 ട്രൂ ആയിട്ടുള്ളത് ഓൺലി 1 and 3, ഒന്നാമത്തെ മൂന്നാമത്തെയാണ്, ബി ആണ് ഉത്തരം. 97 DDL എന്നുള്ളതാണ് ഉത്തരം. 98 സി യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ.